ശക്തമായ മഴയെ തുടർന്ന് ഉരുമനിയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെള്ളം കയറിയതോടെ ഭരണസമിതി യോഗം ഓഫീസിന് പുറത്തു നടത്തി. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയാതെ അംഗങ്ങൾ മണിക്കൂറുകളോളം പുറത്തിരുന്ന ശേഷമാണ് പുറത്തുതന്നെ യോഗം ചേരാൻ തീരുമാനിച്ചത്. ദേശീയപാത നിർമ്മാണത്തിന്റെ അശാസ്ത്രീയത കാരണമാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ഒരു മാസം മുമ്പും സമാനമായി പഞ്ചായത്ത് ഓഫീസിൽ വെള്ളം കയറി ഫയലുകളും മറ്റ് ഉപകരണങ്ങളും നശിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിരുന്നു. എന്നാൽ ഇതുവരെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നാഷണൽ ഹൈവേ അധികൃതർ തയ്യാറായിട്ടില്ല. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം മൂലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുകയും റോഡുകൾ ഒലിച്ചു പോകുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് പരാതി അറിയിച്ചിരുന്നു. സ്ഥലം നേരിട്ട് സന്ദർശിക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷക്കീർ രായൻ മരക്കാർ, PK കബീർ, ഹഫ്സത്ത് അഷ്റഫ്, ബ്ലോക്ക് മെമ്പർമാരായ VM സാദിഖ്, KJ ചാക്കോ, പഞ്ചായത്ത് മെമ്പർമാരായ ജസീന നസീർ, ആരിഫ ജുഫയർ, ലീന സജീവൻ, ജ്യോതി കാർത്തികേയൻ, അൻസിദ അസ്ലം, ഹിഷാം കപ്പൽ, സിന്ധു അശോകൻ, ധനേഷ് VC, സ്വാതി നിഖിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് K തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് പഞ്ചായത്തിൽ മീറ്റിംഗ് കൂടാനുള്ള ഒരവസ്ഥയല്ല. കാരണം എല്ലാ മീറ്റിംഗ് ഹാളിലും പഞ്ചായത്തിൻ്റെ ഉള്ളിലും വെള്ളം കയറി മീറ്റിംഗ് കൂടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ഒരു മാസം മുന്നും ഇതേ അവസ്ഥ ഇവിടെ വന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി സംസാരിച്ചു. എന്തായാലും അതിൻ്റെ നടപടി പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞു, ഇതുവരെ ചെയ്തുമില്ല. അതിൽ ഇന്നലെ പെയ്ത മഴയിൽ മൊത്തം വെള്ളം പഞ്ചായത്തിലേക്ക് കയറുകയും കുറേ ഫയലുകളെല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് പഞ്ചായത്ത് സ്റ്റാഫിനോ മെമ്പർമാർക്ക് പഞ്ചായത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. മീറ്റിംഗ് തന്നെ ഇന്ന് പഞ്ചായത്ത് പുറത്താണ് നടക്കുന്നത്. ഇത് പല പ്രാവശ്യമായി ഇതിൻ്റെ ബന്ധപ്പെട്ട ജീവനക്കാരോട് ഇത് പറയുകയും അവർ ഇന്ന് ചെയ്യുക, നാളെ ചെയ്യുക, മറ്റന്നാൾ ചെയ്യുക എന്നല്ലാതെ ഇതിന് ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടുമില്ല. ഇന്നലെയുള്ള മഴയിൽ പല വീടുകളിലും വെള്ളം കയറുകയും പല റോഡുകൾ വെള്ളത്തിലാവുകയും ഇത് ഇപ്പോഴും വെള്ളത്തിൽ കിടക്കുകയാണ്. റോഡ് ഒലിച്ചു പോയി ഇവർ കാണ നിർമ്മിച്ചു എന്നല്ലാതെ കാണയിലേക്ക് വെള്ളം പോകുന്നില്ല. ഇന്നലെ വില്യംസ് മുതൽ മൂന്നാങ്കല്ല് വരെ സർവീസ് റോഡിൽ മുട്ടിനൊപ്പം വെള്ളമായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടവർ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുക എന്നല്ലാതെ ഒരു പരിഹാരം കാണുന്നില്ല. ഇതിന് ശക്തമായ നടപടി ജില്ലാ ഭരണകൂടം ചെയ്തില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ പഞ്ചായത്ത് ഓഫീസ് പൂട്ടി ഈ ചാവി അവിടെ കൊടുത്ത് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നതല്ല. ഇതാണ് പറയാനുള്ളത്.